പ്പെടുത്തുവാൻ കടന്നു വന്ന ഈ 17 കുടുംബങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പറയുന്നു, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. ഞാൻ കിടന്നുറങ്ങി, കഴിഞ്ഞ രാത്രിയിൽ കിടന്നുറങ്ങി, എന്നാൽ ദൈവം എന്നെ താങ്ങിയത് കൊണ്ട് ഞാൻ ഇന്ന് പകലും ദൈവമേ നിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവമേ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ദൈവം എനിക്കൊരു അവസരം തന്നതോർത്ത് ദൈവമേ നന്ദി എന്ന് പറയാൻ തയ്യാറായിക്കോട്ടെ. ഹല്ലേലൂയ. ദൈവജനം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് തന്ന ഹല്ലേലൂയ കൃപകൾക്കായി, കർത്താവ് നമ്മെ നിർത്തിയ ദൈവത്തിന്റെ കരുതലെ ഓർത്ത് നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ ഹല്ലേലൂയ. കോഴി തന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ ദൈവം നമ്മെ പരിപാലിച്ചത് ഓർത്തുകൊണ്ട് ഹല്ലേലൂയ. ശത്രുവിന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ദൈവം നമ്മെ പരിപാലിച്ചത് ഓർത്തുകൊണ്ട് നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിന്നെ വിളിച്ചവനുന്മയുള്ളൂ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താ. നിന്നെ വിളിച്ചവനുന്മയുള്ളൂ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേതും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ, അഴലേതും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നന്ദിയോടെന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ച ദൈവം ഹല്ലേലൂയ വിശ്വസ്തനെന്ന് നല്ല ഉറപ്പുള്ള ദൈവജനം ഈ സമയം കർത്താവിന് നന്ദിയോടെന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. ദൈവസനിൽ കടന്നു വന്ന ദൈവത്തെ ഒന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവ് നന്ദി എന്ന് പറയാൻ ഈ പ്രഭാതത്തിൽ ഇടയാകുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. സങ്കീർത്തന വേദഭാഗ്യം നമുക്ക് വായിക്കാമല്ലോ. 60 സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം. ഹല്ലേലൂയ. 60 സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം. ഹല്ലേലൂയ. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം തരുമാറാകണമേ. ഇന്നെ കേൾക്കുന്ന 17 ദിവസത്തിലായിരിക്കുന്ന ഹല്ലേലൂയ ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തുക. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് ഇന്ന് പകലാമൻ നീ ദൈവത്തിന് പ്രിയമുള്ളവളാ, നീ ദൈവത്തിന് പ്രിയമുള്ളവനാ. എന്ന് വിശ്വസിക്കുക. പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞ്, ഇത് കേൾക്കുമ്പോൾ ദൈവത്തെ നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്ത് ഇന്ന് പകല് നിന്നോട് തന്നെയാണ് ദൈവം ഇടപെടുന്നത്. നീ ദൈവത്തിന് നീ ഹല്ലേലൂയ നീ ദൈവത്തിന് പ്രിയമുള്ളവളാ. ഹല്ലേലൂയ. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്നു. നിന്നെ വിടുവിക്കേണ്ടതിന് സ്വർഗം ഇന്ന് പകൽ ഇറങ്ങി വരുന്ന ദിവസമാണെന്ന് ഇന്ന് പകൽ പറ. നിന്നെ തന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് നിനക്ക് ഉത്തരം തരുന്നൊരു ദൈവമാണെന്ന് ഹല്ലേലൂയ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകൾ അവനെ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്ത് ഇന്ന് ഈ പ്രഭാതത്തില് എന്നെ കേൾക്കുന്ന ഈ ദിവസത്തിലായിരിക്കുന്ന ദൈവജനത്തോട്
പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞെ, നിന്നോട് തന്നെയാണ് കർത്താവ് ഇടപെടുന്നത്. ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്. നീ എനിക്ക് പ്രിയമുള്ളവളാ, നീ എനിക്ക് പ്രിയമുള്ളവന്. ഹല്ലേലൂയ. നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നത് കൊണ്ട് നിന്റെ മുമ്പിൽ ആമേൻ കഥകളെ അടയാതിരിക്കേണ്ടതിന് വാതിലുകൾ ആമേൻ നിന്റെ വലം കൈ ഞാൻ പിടിച്ചിട്ടുണ്ട്. ആമേൻ. വാതിലുകൾ അടയാതിരിക്കും. ദൈവം നിന്റെ കരം വലം കൈ പിടിച്ചത് കൊണ്ട് നിന്നോട് പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി ചെല്ലും. ആമേൻ. ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി കർത്താവ് എന്നോടും നിങ്ങളോടും പറയുന്നു, ഞാൻ നിന്റെ വലം കൈ പിടിച്ചിട്ടുണ്ട്. മകനെ, മകളെ, നീ ഭാരപ്പെടണ്ട. ഇപ്പോൾ നീ നിന്റെ മുമ്പിൽ വാതിലുകൾ അടഞ്ഞിരിക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. നിന്റെ മുമ്പിൽ നിന്റെ കഥകൾ നിനക്ക് തുറന്നിരിക്കേണ്ടതിന് വേണ്ടി. നീ ദൈവത്തിന് പ്രിയമുള്ളവളാകുന്നത് കൊണ്ട് നിനക്ക് മുമ്പിൽ ദൈവം അവന്റെ വലം കൈ ഉപയോഗിച്ച് നിന്നെ പിടിച്ചത് കൊണ്ട് നിനക്ക് മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ ദൈവം മാറ്റിക്കളയുമെന്ന്. ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി. എന്നാൽ നീ ഭാരപ്പെടുന്ന, നീ പ്രയാസപ്പെടുന്ന, നിന്നെ പ്രയാസപ്പെടുത്തിയ വിഷയമില്ലേ, അതിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുമെന്ന്. ഞാൻ നിനക്ക് മുമ്പായി ചെല്ലുമെന്ന്. കർത്താവിനെ ഒന്ന് സ്തുതിച്ച് കർത്താവ് നിന്നോട് തന്നെയാണ് വ്യക്തമായി ദൈവം ഇടപെടുന്നത്. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും, താമര കഥകളെ തകർക്കും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുമെന്ന്. ആമേൻ, ആമേൻ. ദൈവത്തെ ഒന്ന് സ്തുതിച്ച് എന്തുകൊണ്ടാ നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടെന്ന്. ആമേൻ. കർത്താവിനെ ഒന്ന് സ്തുതിച്ച ദൈവജനമേ, കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. നിന്നെ വ്യക്തിപരമായി കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന്. ആരറിയേണ്ടത്? നീ അറിയേണ്ടതിന്. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവസന്നിധിയിൽ ഉപവസിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന നിനക്കു വേണ്ടി ദൈവം പ്രവർത്തിക്കാതിരിക്കുമോ? ഇന്ന് പകല് ദൈവവചനം ശ്രവിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയാം. കർത്താവ് നിന്നോട് പറയും, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നോക്കണമേ, പേര് ചൊല്ലി വിളിച്ച ദൈവം പറയുക. ആമേൻ. നിന്നെ നീ എന്ത് ചെയ്യും? ഇപ്പോൾ നീ ഭയപ്പെടേണ്ട. ഇപ്പോൾ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുക. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കും. നീ എനിക്കുള്ളവൻ തന്നെ. ആമേൻ. ഹല്ലേലൂയ. യെശയ്യാവ് 43:1 നാം വായിച്ചത്. ഇപ്പോൾ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പേര് ചൊല്ലി. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ഹല്ലേലൂയ ദിവസത്തിലായിരിക്കുന്ന ദൈവജനത്തോട് നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ആമേൻ. ഹല്ലേലൂയ. എന്റെ നിങ്ങളുടെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമുണ്ടെന്ന്. അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ചതുപോലെ, ശമുവേലേ, ശമുവേലേ എന്ന് വിളിച്ചതുപോലെ, മാത്തേ എന്ന് വിളിച്ചതുപോലെ, നോക്കണമേ, നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഈ 18 ദിവസത്തിലായിരിക്കുന്ന ദൈവജനം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തി. ഈ ദൈവവചനം ശ്രവിക്കുന്ന നിങ്ങളോട് തന്നെയാണ്. ആമേൻ. ഹല്ലേലൂയ. ഈ പ്ലാറ്റ്ഫോമിലൂടെ, യൂട്യൂബിലൂടെ ഇത് കേൾക്കുന്ന ദൈവജനത്തോട് തന്നെയാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന്. ആമേൻ. അവർ നിന്നെ കൈവിടത്തില്ല കേട്ടോ. ഇന്ന് പകൽ നീ ചില വിഷയത്തിന്റെ അകത്തൂടെ കടന്നു പോകുമ്പോൾ, കർത്താവ് എന്തുകൊണ്ടെന്ന് നീ ചോദിക്കുന്നുണ്ടെങ്കിൽ, നീ ദൈവത്തിന് പ്രിയമുള്ളവളാണ്, പ്രിയപ്പെട്ടവളാണ്, പ്രിയമുള്ള മകനാണെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചോണം, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കോണം. ഇന്ന് പകൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയത്തിന്റെ മുമ്പിൽ നീ പതറിപ്പോകരുത്. ദൈവം നിന്നോട് പറയുന്നു, ദൈവത്തെ സ്നേഹിച്ച ഒരു കുടുംബമായ ബദാനിയിലുള്ള
അവൻ രണ്ട് സഹോദരിമാരുടെ മാർത്തയുടെയും മറിയുടെയും ലാസറിന്റെയും കുടുംബത്തെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ സഹോദരിമാരുടെ ഒരു വിഷയത്തിന്റെ അകത്തേക്ക് ഒരു വിഷയം വന്നപ്പോൾ ആ വിഷയത്തിന്റെ അകത്തേക്ക് ദൈവം പ്രവർത്തിക്കാതിരുന്നത് കണ്ട് അവർ മനം നൊന്തിരിക്കുക. ഇന്ന് പകല് ദൈവസന്നിധിയിൽ ഉപവസിച്ചിട്ട്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട്, ദൈവസന്നിധിയിൽ അനേക ദിനങ്ങളായി ആ വിഷയത്തിന്മേൽ മറുപടിയില്ലാതെ ഭാരപ്പെടുന്ന ദൈവജനത്തോട് ഞാൻ എൻ്റെ ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയാം, നീ വിശ്വസിക്കുന്നവൻ വിശ്വസ്തനാ. ആമേൻ, ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആമേൻ. അവിടെ എങ്ങനെയാണ് നാം വായിക്കുന്നത്? ആമേൻ, ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ആമേൻ, വ്യക്തിപരമായിട്ടാണ് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ, വ്യക്തിപരമായിട്ട് നീ അറിയേണ്ടതിന് ആമേൻ എന്ന് നീ അറിയേണ്ടതിന് ആമേൻ. അവിടെ നാം ഇങ്ങനെ ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും. ആമേൻ. അഥവാ നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേല് ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുമെന്ന് ഹല്ലേലൂയ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്ത് ഈ പ്രഭാതത്തിൽ വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും വ്യക്തമായി ഇടപെടുകയാണ്. ഹല്ലേലൂയ. നീ അറിയണം ഞാൻ ആരാണെന്ന്. കാരണം എനിക്ക് നിന്നെ വിടുവിക്കാൻ കഴിയുമെന്ന് നീ അറിയണം. ഹല്ലേലൂയ. നിന്റെ ചില വിഷയത്തിന്റെ അകത്ത് നീ എന്ത് ചെയ്യുക? പിറുപിറുക്കുകയാ. ഹല്ലേലൂയ. ഞാൻ നിന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞ് മിസ്രൈമിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ മരുഭൂമിയിലായിരിക്കുന്ന ഈ സമയത്ത് നിനക്ക് എന്റെ ദൈവത്തിന്, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്, ഞാൻ ഉപവസിക്കുന്ന ദൈവത്തിന്, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് എന്നെ നടത്താൻ കഴിയുമോ? ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ വിടുവിക്കാൻ കഴിയുമോ? ഈ പ്രയാസത്തിൽ നിന്ന് എന്നെ വിടുവിക്കാൻ കഴിയുമോ? എന്റെ ഈ കുടുംബത്തിലെ ഈ വിഷയത്തിൽ ഒരു മറുപടി ലഭിക്കുമോ? എന്റെ ഭാവിയെ ദൈവം അനുഗ്രഹിക്കുമോ? എന്റെ ജോലി സംബന്ധമായ വിഷയത്തിന്മേൽ ദൈവം മറുപടി തരുമോ? എന്റെ തലമുറകളുടെ വിഷയത്തിന്മേൽ മറുപടി ഉണ്ടോ എന്നെല്ലാം ചോദിച്ച്, എന്റെ മാതാപിതാക്കളുടെ വിഷയത്തിന്മേൽ ഈ വിഷയത്തിന് ഒരു മറുപടി ഉണ്ടോ എന്ന് ഇത് എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ലെന്ന് നീ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും ഇടപെടുന്നു. നീ വിശ്വസിക്കാൻ തയ്യാറായാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. നീ വിശ്വസിക്കാൻ തയ്യാറായാൽ ആമേൻ, നിന്നോട് പറഞ്ഞത് നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിന്നോട് പറഞ്ഞതിനെ നിവർത്തിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ആമേൻ. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ രക്ഷിച്ച് വിടുവിക്കുമെന്ന് പറഞ്ഞവൻ ഇന്ന് പകല് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ആമേൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ വിശ്വസിക്കാൻ തയ്യാറായാൽ നിനക്ക് പോലും ചിന്തിക്കാത്ത തലത്തിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആരത് തടുക്കും? ആമേൻ. ഇന്ന് പകല് ആമേൻ പറ, എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാ, എന്നെ വിടുവിക്കാൻ. ഹല്ലേലൂയ. ഒന്നാം ദിവസം കണ്ടില്ലെങ്കിലും ഹല്ലേലൂയ, രണ്ടാം ദിവസം കണ്ടില്ലെങ്കിലും, മൂന്നാം ദിവസം കണ്ടില്ലെങ്കിലും, നാലാമത്തെ ഒരു ദിവസം നാറ്റം വെച്ചെന്ന് ഞാൻ പറഞ്ഞ വിഷയത്തിന്റെ അകത്ത്, എന്റെ തലമുറയുടെ വിഷയത്തിനകത്ത്, എന്റെ കുടുംബത്തിലെ വിഷയത്തിനകത്ത്, എന്റെ ഭാര്യയുടെ വിഷയത്തിനകത്ത്, എന്റെ ഭർത്താവിന്റെ വിഷയത്തിനകത്ത്, എന്റെ കുടുംബത്തിലെ വിഷയത്തിനകത്ത്, എന്റെ മാതാപിതാക്കളുടെ വിഷയത്തിനകത്ത്, എന്റെ സഹോദരങ്ങളുടെ വിഷയത്തിനകത്ത്, എന്റെ ഹല്ലേലൂയ ആമേൻ കുടുംബത്തിലെ ഈ ആമേൻ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഒരു മറുപടിയും എന്റെ മുമ്പിൽ ഇതുവരെയും കണ്ടില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി സ്വർഗ്ഗം ആമേൻ നാറ്റം വെച്ചെന്ന് പറയുന്നിടത്തും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവമെന്ന് ഇന്ന് പകൽ നീ ഒന്ന് പറ. ഹല്ലേലൂയ. നിന്നോട് കർത്താവ് വ്യക്തമായി ഇടപെടുന്നു. നിനക്ക് ദൈവത്തിന് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് അവന്റെ വലങ്കൈ ഉപയോഗിച്ച് അവൻ വിടുവിക്കുന്ന ദൈവമാണ്. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തെ നന്ദിയോടെ ആമേൻ ദൈവത്തെ സ്തുതിച്ചോണം, ദൈവത്തെ മഹത്വപ്പെടുക. ഇന്ന് പ്രഭാതത്തില് എന്നോടും നിങ്ങളോടും ഇടപെടുന്നു. ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കാരണം എനിക്ക് നീ പ്രിയപ്പെട്ടവളാ. നിന്റെ ഭാര്യയ്ക്ക് നീ പ്രിയപ്പെട്ടവളായിരിക്കത്തില്ല, നിന്റെ ഭർത്താവിന് നീ പ്രിയപ്പെട്ടവനായിരിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ പ്രിയപ്പെട്ടവരായിരിക്കത്തില്ല. നിന്റെ സുഹൃത്തുക്കൾക്ക് നീ പ്രിയപ്പെട്ടവരായിരിക്കത്തില്ല. പക്ഷെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനം കർത്താവിനെ നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. അവൻ പറയുന്നു, എനിക്ക് പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ. എനിക്ക് ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് തന്നെയാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. നീ ദൈവത്തിന് പ്രിയമുള്ള
പ്രിയമുള്ളവളാ, നീ ദൈവത്തിന് പ്രിയമുള്ളവനാ. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. നോക്കണമേ, എല്ലാവരും മാറ്റി നിർത്തുകയാ. ഹല്ലേലൂയ. ഒരു പ്രതിസന്ധി വന്നപ്പോഴാ, ആമേൻ, ഹല്ലേലൂയ, ഒരു പ്രയാസങ്ങൾ വന്നപ്പോൾ ആമേൻ, ഹല്ലേലൂയ, തന്റെ കുടുംബം മുഴുവൻ ഹല്ലേലൂയ എന്ത് ചെയ്യുക? തന്നെ മാറ്റി നിർത്തുക. ആമേൻ. തന്നെ പ്രസവിച്ച മാതാവ് പോലും ഇവനൊരു വ്യസനപുത്രൻ എന്ന് പറഞ്ഞ്, ഇവനൊരു വ്യസനപുത്രനാണ്, ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ്, ഇവൻ ജനിച്ചപ്പോൾ മുതൽ ഇവനെ ഒന്നിനും എനിക്ക് ദുഃഖമാണ്, പ്രയാസമാണെന്ന് പറഞ്ഞ് അവനെ യബ്ബേസ് എന്ന് പേരിടുക. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ, നൊന്ത് പ്രസവിച്ച മാതാവ് പോലും അവനെ ഹല്ലേലൂയ തള്ളിക്കളഞ്ഞപ്പോൾ, ആമേൻ, കുടുംബത്തിലെ സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞപ്പോൾ, പിതാവ് തള്ളിക്കളഞ്ഞപ്പോൾ, സുഹൃത്തുക്കൾ തള്ളിക്കളഞ്ഞപ്പോൾ, നാട്ടുകാർ തള്ളിക്കളഞ്ഞപ്പോൾ, തള്ളിക്കളയാത്ത ഹല്ലേലൂയ ദൈവം യബ്ബേസിനെ മാനിച്ചെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിനൊരു ദൂത് വിളിച്ച് പറയാം, നിന്നെ കൈവിടുന്ന ഒരു ദൈവമല്ല എന്റെ ദൈവം. ആമേൻ. നീ ഹല്ലേലൂയ, നീ ദൈവത്തിന് മാന്യനായതുകൊണ്ട് നീ ദൈവസന്നിധിയില് നിന്റെ ഹൃദയത്തെ അറിയുന്ന ദൈവം ഇന്ന് പകല് പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. നിന്റെ ഹൃദയത്തെ നിന്റെ ഭാര്യയ്ക്കോ, നിന്റെ ഭർത്താവിനോ, നിന്റെ മക്കൾക്കോ, നിന്റെ കുടുംബത്തിലോ, ആമേൻ, നിന്റെ സഹോദരങ്ങൾക്കോ, ആമേൻ, നിന്റെ നാട്ടുകാർക്കോ യബ്ബേസെ അറിയത്തില്ലെങ്കിലും അറിയുന്ന ഒരുവനോട് നീ പ്രാർത്ഥിച്ചില്ലേ? ആമേൻ. അവന്റെ സന്നിധിയിൽ നീ മുട്ടുമടക്കിയില്ലേ? അവന്റെ സന്നിധിയിൽ നീ കണ്ണുനീരൊഴുക്കിയില്ലേ? അവന്റെ സന്നിധിയിൽ നീ ഇടിവിൽ നിന്നില്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി, നിന്റെ മാതാവിന് വേണ്ടി, നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, നിന്റെ ദേശത്തിലെ നാട്ടുകാർക്ക് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി നീ ഇടിവിൽ നിന്നില്ലേ? അത് കണ്ടൊരു ദൈവമുണ്ടെന്ന് നിന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവിനെ സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വം. നിന്നെ കണ്ട, നിന്റെ ഹൃദയത്തെ അറിയുന്നവൻ, ആരും നിന്നെ സഹായിക്കാനില്ലെങ്കിലും നിന്നെ സഹായിക്കുന്ന ഒരുവൻ പറയുക, നീ പ്രാർത്ഥിച്ച വിഷയത്തിന്മേല് നിനക്ക് മറുപടി തരാൻ പോകുക. ആമേൻ. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവത്തിന് പ്രിയമുള്ളവനായ യബ്ബേസ് എന്ത് ചെയ്തു? ദൈവത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ അപേക്ഷ ദൈവം കേട്ടു. അവന് ഉത്തരം കൊടുത്തെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഈ ദൈവവചനം ശ്രമിക്കുന്ന ഈ 18 ദിവസത്തിലായിരിക്കുന്ന യൂട്യൂബിലൂടെ ഇത് ശ്രദ്ധിക്കുന്ന ദൈവജനത്തോട്, പ്രിയ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, കുഞ്ഞുങ്ങളോട് ഞാൻ വിളിച്ചു പറയാം, നിന്റെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആര് കേട്ടില്ലെങ്കിലും നിന്റെ പ്രാർത്ഥനയെ, നിന്റെ വിഷയത്തെ കാണുന്ന നിന്റെ വിഷയത്തിനകത്തേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവം നിന്നോട് പറയുന്നു, ഞാൻ പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുക. ഇന്ന് പകൽ നിങ്ങളോട് തന്നെയാ, നീ എനിക്ക് പ്രിയമുള്ളവനായതുകൊണ്ട് എനിക്ക് പ്രവർത്തിച്ചേ പറ്റത്തുള്ളന്നേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്തുകൊണ്ടാ പ്രതിസന്ധി വന്നപ്പോൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ, ഹല്ലേലൂയ, നിന്റെ കൂടെ നിൽക്കുന്നവർ നിന്നെ തള്ളിക്കളഞ്ഞപ്പോൾ, ഹല്ലേലൂയ, കുത്തുവാക്കുകൾ കൊണ്ട് നിന്നെ ഹല്ലേലൂയ പ്രയാസപ്പെടുത്തിയപ്പോൾ, ഹല്ലേലൂയ, നിന്റെ ഭാര്യ നിന്നെ തള്ളിക്കളഞ്ഞില്ലേ യോബേ? ഹല്ലേലൂയ. ഈ ദൈവത്തെ ത്യജിച്ച് നീ ദൈവത്തിന് വേണ്ടി നിന്നിട്ട് നിനക്ക് എന്തുണ്ടായി? ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ സകലം നഷ്ടപ്പെട്ടില്ലേ? നിന്റെ ശരീരം മുഴുവൻ നിന്നെ കാണുന്നവർ അറക്കത്തക്ക വിധത്തില് നാറ്റം വമിക്കുകയല്ലേ? നിന്റെ അടുത്ത് വരുവാൻ പോലും എല്ലാവരും ദുർഗന്ധത്താൽ മാറി നിൽക്കുകയല്ലേ? ഇപ്പോൾ നീ ആ ദൈവത്തെ ത്യജിച്ചു കളയ എന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യ പോലും ദൈവത്തെ നിന്ദിക്കാൻ പറയുമ്പോഴും ദൈവത്തെ നിന്ദിക്കാതെ എന്റെ കേൾക്കുന്ന ദൈവജനമേ, നിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് ഇങ്ങനെയാ. അത് നിന്റെ കുടുംബത്തിലുള്ളവരായിക്കൊള്ളട്ടെ, കൂടെ നിൽക്കുന്നവരായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, നിന്റെ സഹോദരങ്ങളായിക്കൊള്ളട്ടെ, നിന്റെ തലമുറകളായിക്കൊള്ളട്ടെ, നിന്റെ കുടുംബത്തിലുള്ള ആരാണെങ്കിലും നീ പറയണം, ഹല്ലേലൂയ, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് പകല് ഈ 18 ദിവസത്തിലായിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിലൊരു ദൂത് വിളിച്ച് പറയാം, നീ വിശ്വസിക്കുക, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം എന്താ? നീ പ്രതിസന്ധികൾക്ക് മുമ്പിൽ അവനെ തള്ളിപ്പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. പ്രയാസങ്ങൾ വന്നപ്പോൾ നീ അവനെ തള്ളിപ്പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. അവന് വേണ്ടി നിന്നെ ദൈവം മറക്കുമോ? ഇല്ലെന്ന് ഹല്ലേലൂയ. പറ, ദൈവം എന്നെ മറക്കത്തില്ല. ഹല്ലേലൂയ. മാർത്തയെയും മറിയയെയും ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിന്ന, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി ദൈവം തന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം, ഒരു പ്രവൃത്തി ചെയ്തില്ലെന്ന് പറഞ്ഞ നാട്ടുകാരും വീട്ടുകാരും ഹല്ലേലൂയ കൂട്ടുകാരും എല്ലാം നിന്ദിച്ചപ്പോഴും ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവസന്നിധിയിൽ
ഹല്ലേലൂയ മുഴങ്കാൽ മടക്കിയ ദൈവസന്നിധിയിൽ ഇരുന്ന ആ മാത്തയ്ക്കും മറിയയ്ക്കും വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്തെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയാം, നിന്നെയും ദൈവം മറന്നു കളയില്ല. ദൈവം നിന്നെ മറന്നു കളയില്ല. ദൈവം നിന്നെ മറന്നു കളയില്ല എന്ന് വിശ്വസിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിനങ്ങളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഈ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന്. കാരണം ഞാൻ ദൈവത്തിന് പ്രിയമുള്ളവളാ, ഞാൻ ദൈവത്തിന് പ്രിയമുള്ളവനാ. കാരണം ഹല്ലേലൂയ ഒന്ന് മനസ്സിലാക്കണമേ, 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കൊലക്കളത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഹല്ലേലൂയ 3 ആണുകളാൽ തൂങ്ങപ്പെട്ട അവസാന തുള്ളി രക്തം വരെ മൂറ്റിത്തന്നവൻ ഹല്ലേലൂയ പറയുക, ഞാൻ നിന്നെ മറക്കത്തില്ല മകനെ, മകളെ, ഞാൻ നിന്നെ മറക്കത്തില്ല. ഹല്ലേലൂയ ഞാൻ നിന്നെ മറക്കത്തില്ല. കാരണം എന്റെ അവൻ രക്തം കൊടുത്ത് ഞാൻ നിന്നെ വിലക്കി വാങ്ങിയതാ. എനിക്ക് നിന്നെ മറക്കാൻ കഴിയത്തില്ലെന്ന് ഹല്ലേലൂയ ആരും മറന്നാലും ഹല്ലേലൂയ ഇന്ന് പകല് കർത്താവ് നിങ്ങളോട് വ്യക്തമായി ഇടപെടുന്നു. നിന്നെ ദൈവം മറക്കത്തില്ല, മറക്കത്തില്ല, മറക്കല്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നേ, വിശ്വസ്തനാണ്, വിശ്വസ്തനാണ്, വിശ്വസ്തനാണ്. ഹല്ലേലൂയ ഒന്ന് പറ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നൊന്ന് പറ. ഹല്ലേലൂയ എന്റെ വിഷയത്തിനകത്ത് ഇന്ന് കേട്ടതുപോലെ നിനക്ക് മുമ്പായി ചെന്ന ദുർഘടങ്ങളെ അവൻ നിരപ്പാക്കും. ആമേൻ, ആമേൻ, ആമേൻ. വിശ്വസിക്കുക. എന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ദുർഘടങ്ങളെ ദൈവം നിരപ്പാക്കാൻ പോകുന്നതോത്ത് ദൈവമേ നന്ദി എന്ന് പറ. ഇരുമ്പോലാമ്പലുകളെ താമര കഥകളെ തകർത്ത് നിനക്ക് വേണ്ടി ചില വഴികളും വാതിലുകളും ദൈവം തുറക്കാൻ പോകുന്നതോത്ത് നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി ദൈവം തരാൻ പോകുന്നതോത്ത് നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടും. നിന്റെ വലങ്കൈ കൊണ്ട് അവൻ രക്ഷിക്കുന്നു. ഇന്ന് പകല് ഈ ദൈവവചനം ശ്രമിച്ച ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ വിളിച്ചു, നിന്നെ രക്ഷിക്കുന്ന ദൈവം ഇന്ന് പകൽ പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയെ, പ്രയാസങ്ങളെ അത് ഞാൻ മാറ്റി നിനക്ക് വേണ്ടി പുതുവഴികളെ, പുതുവാതിലുകളെ ഞാൻ തുറക്കുമെന്ന് ദൈവം ഹല്ലേലൂയ നമ്മളോട് പറഞ്ഞത് ഏറ്റെടുക്കാൻ കഴിയുന്ന ദൈവജനം ആത്മാവിൽ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ നേൽപ്പിച്ചു കൊടുത്തേ കർത്താവ്. ഈ വചനം ഹല്ലേലൂയ ഞാൻ എന്റെ വചനം എന്റെ ഇഷ്ടം ചെയ്ത് അത് മടങ്ങി വരുന്നുവെങ്കിൽ ആ വചനത്തിന്റെ നിവർത്തി ഇന്ന് പകല് ഈ ദൈവജനത്തിന്, ഈ വചനം കേൾക്കുന്ന ഈ ദൈവജനത്തിന്മേൽ റിലീസാകട്ടെ. അവരുടെ കുടുംബത്തിന്മേൽ റിലീസാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യണം. ഞങ്ങളെ കർത്താവ് വിടുവിച്ചതിനായ സ്തോത്രം. ഞങ്ങളെ മറക്കാതെ ഇന്ന് വരെ നടത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ വചനം കേട്ട ഈ ദൈവജനത്തെ ദൈവം അനുഗ്രഹിച്ചതിനായ സ്തോത്രം. സകല മാനവും മഹത്വം പുകഴ്ച അങ്ങെടുത്താട്ടെ. യേശു ക്രിസ്തു തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ തിരുനാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്ന് പ്രഭാതത്തിൽ ആമേൻ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. സഖറിയാവിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആര്? ആമേൻ, സ്തോത്രം. ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ, കർത്താവേ ഇന്ന് പ്രഭാതത്തിൽ നിന്നെ കേൾപ്പിച്ച ഈ ദൈവവചനം എന്റെ ജീവിതത്തിനകത്തൊരു ബ്ലെസ്സിംഗ് ആയി തീരേണ്ടതിനായി, കർത്താവേ ഒരു അനുഗ്രഹമായി മാറേണ്ടതിനായി, കർത്താവേ എന്റെ പ്രതികൂലങ്ങൾക്കകത്ത് എന്നെ വിടുവിക്കുന്ന ഒരു മഹാദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി പ്രഭാതത്തിൽ ഇറങ്ങി വന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഒത്തിരി പ്രതികൂലങ്ങളുടെ നടുവിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്നാലും ആമേൻ, ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം എന്റെ വിഷയത്തിനകത്തിൽ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ആമേൻ. വളരെ പ്രാർത്ഥനയോടുകൂടി ഇന്ന് പ്രഭാതത്തിൽ കർത്താവിന്റെ ദാസന് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേൾപ്പിക്കപ്പെട്ട ദൈവിക വചനത്തിന്റെ ആമേൻ, ഹല്ലേലൂയ, ആഴങ്ങളിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ഇറങ്ങി ചെല്ലുവാൻ കഴിഞ്ഞ വലിയ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ അത്ഭുതകരത്തിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.